നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവ്വതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ജില്ലയിലെ അധ്യാപകരെയും മന്ത്രി അനുമോദിച്ചു. ദുരിതബാധിതരായ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെന്ന ഇടുക്കി MLA റോയ് കെ പൗലോസ്. രാജകുമാരി കഥനാപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വാഹനത്തിന് നിസ്സാര കേടുപാടുകൾ. വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ലൈഫ് ഭവന പദ്ധതിയുടെ പണം കിട്ടാതായതോടെ വീട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ദുരിതത്തിലായിരിക്കുകയാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ചെമ്മണ്ണാർ സ്വദേശിയായ ഇഞ്ചനാൽ ഗോപാലകൃഷ്ണൻ. പണി മുടങ്ങിയത് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക ലഭിക്കാത്തതിനാൽ. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവ്വതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ഇടുക്കി ജില്ലയിലെ അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തിയുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പല സ്കൂളുകളിലും കുട്ടികൾക്ക് ഡിജിറ്റൽ സംവിധാനം വേണ്ടത്ര ലഭ്യമല്ല. നെറ്റ് കണക്ടിവിറ്റിയുടെയും വൈഫൈയുടെയും ഒക്കെ സ്പീഡും ലഭ്യതയും ഒക്കെ കുറവാണ്. എന്നാൽ ടൗണിൽ അത് വളരെ കൂടുതലായി കിട്ടുന്നു. ഈ ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കുവാനുള്ള ഇടപെടലുകളുടെ ഭാഗമാണ് എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ സ്ക്വയറുകൾ സ്ഥാപിക്കുന്ന പദ്ധതി. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവ്വതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. റെയിൽവേ, എയർപോർട്ട്, പഴയ കാലത്താണെങ്കിൽ ഇപ്പം അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ആ സൗകര്യങ്ങൾ പരമാവധി എത്തിക്കുക, ഇതൊക്കെയാണ്. എന്നാൽ ആ സാമ്പ്രദായികമായ അജണ്ടകൾക്കപ്പുറം വിദ്യാഭ്യാസ രംഗം തിരഞ്ഞെടുത്ത് തൻ്റെ പ്രദേശത്തെ, തൻ്റെ മണ്ഡലത്തെ, തൻ്റെ കർമ്മഭൂമിയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വളർന്നു വരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നു. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പിന്തുണക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു പ്രവൃത്തിയാണെന്ന്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ഇടുക്കി ജില്ല വലിയ നേട്ടമാണ് കൈവരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ഡീൻ കുര്യാക്കോസ് MPയുടെ റേസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ ഉത്രം റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിച്ചു. ബാബു എബ്രഹാം മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സിറിയക് തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA മുഹമ്മദ് അൻഷാദ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. ദുരിതബാധിതരായ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെന്ന ഇടുക്കി MLA റോയ് കെ പൗലോസ്. കിരിത്തോട്, തട്ടേക്കണ്ണി പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ MLA സന്ദർശനം നടത്തി. വീട് നഷ്ടപ്പെട്ടവർക്കും വാസയോഗ്യമായ സ്ഥലമില്ലാത്തവർക്കും സ്ഥലം കണ്ടെത്തി നൽകുന്നതിനും വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുന്നതിനും സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുമെന്ന് MLA റോയ് കെ പൗലോസ് പറഞ്ഞു. ദുരിതബാധിതരുടെ അപേക്ഷകൾ പരിശോധിക്കുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് AE, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് MLA നിർദ്ദേശം നൽകി. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി വീടുകളുടെ നിലവിലെ അവസ്ഥ പരിശോധിച്ച അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീടും സ്ഥലവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. പൂർണ്ണമായിട്ട് ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഗവൺമെന്റ് ഇത്തവണ 12 ലക്ഷം രൂപയാണ് നൽകാൻ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 10,000. വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപയുടെ സഹായം കൊടുക്കും. വീടുകളിൽ വെള്ളം കയറി അത് വാസയോഗ്യമല്ലാതെ പോയ ആളുകൾക്ക് ആ വീട് ശുചീകരിക്കുന്നതിനൊക്കെയായിട്ട് 10,000 രൂപയുടെ സഹായം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായി പഞ്ചായത്തിന്റെ പരിധിയിൽ ലഭ്യമായ റവന്യൂ ഭൂമി കണ്ടെത്തി നൽകുന്നതിന് പഞ്ചായത്തിന്റെ കീഴിൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ ലഭ്യമാണെങ്കിൽ അവയും കണ്ടെത്തി ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും MLA പറഞ്ഞു. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് MLA വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസ്, വൈസ് പ്രസിഡന്റ്
സിയോമൻ സണ്ണി തുടങ്ങിയവർ MLAയോടൊപ്പം ക്യാമ്പ് സന്ദർശിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. രാജകുമാരി ഖജനാപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വാഹനത്തിന് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചതൊഴിച്ചാൽ ആർക്കും പരിക്കുകളില്ല. രാജാക്കാട് ഫയർഫോഴ്സ് യൂണിറ്റും ഉടുമ്പൻചോല MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സംഭവസ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി. ഇന്നലെ വൈകിട്ടായിരുന്നു രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയ്ക്ക് സമീപം റോഡരികിൽ നിന്ന വലിയ മരം കടപുഴകി വീണത്. ഈ സമയം റോഡിൽ കൂടി ഓടുകയായിരുന്ന ഒരു പിക്കപ്പ് വാനിന്റെ മുകളിലേക്ക് മരം പതിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർക്ക് നേരിയ പരിക്കുകളും വാഹനത്തിന് തകരാറും സംഭവിച്ചു. മരം ഒടിഞ്ഞു വീണതോടെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P രാജാറാം തുടങ്ങിയ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ RRT അംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഒടിഞ്ഞു വീണ മരത്തിന്റെ വലിയൊരു ഭാഗം സമീപത്തെ വീടിന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതായിരുന്നു. വനം വകുപ്പ്, റവന്യൂ, പോലീസ്, ജനപ്രതിനിധികൾ ഇടപെട്ടതോടെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരവും മുറിച്ചു മാറ്റി. രാത്രി 9 മണിവരെ നീണ്ടതായിരുന്നു പ്രവർത്തനം. രാജാക്കാട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശിവകുമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു മരം റോഡിന് കുറുകെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ശിഖരം റോഡിൽ വീണിട്ട് ഒരു വെഹിക്കിള് ഭാഗികമായിട്ട് കേടുപാട് സംഭവിച്ചു. ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ ശിഖരം മുറിച്ചു മാറ്റിയതിനു ശേഷം കൂടുതൽ അപകടം കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ തുടർന്ന് മരം മുറിക്കുന്നതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച തൊഴിലാളികളെ എത്തിച്ച മരം പൂർണ്ണമായി മുറിച്ചു നീക്കി. ഈ മരത്തോട് ചേർന്ന് തന്നെ വീണ്ടും 2 മരങ്ങൾ ഇളകി റോട്ടിൽ വീഴുന്ന അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഏതായാലും രാജാക്കാട് ഫയർഫോഴ്സ് വേഗത്തിൽ തന്നെ ഇവിടെ എത്തുകയും ആ മരം വെട്ടി മാറ്റാൻ വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം കൂടി അപകടത്തിൽ നിന്നിരുന്ന മരങ്ങൾ 3 മരങ്ങളും തടസ്സങ്ങൾ മാറ്റി ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ പ്രദേശത്തെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. വൈദ്യുതിക്ക് പുറമെ സർക്കാരിന്റെ K-ഫോൺ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് ഫൈബർ കേബിളുകളും തകരാറിലായി. ഇന്ന് രാവിലെ മുതൽ പ്രദേശത്തെ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ KSEBയും ശ്രമങ്ങൾ ആരംഭിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. കട്ടപ്പന വെട്ടിക്കുഴിക്കവല പതുവാപുരത്ത് ശക്തമായ മഴയെ തുടർന്ന് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. തോടിന്റെ ഗതി മാറ്റിയതിനെ തുടർന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് റോഡ് ഇടിഞ്ഞു താഴാൻ കാരണമെന്നതാണ് ഉയരുന്ന ആരോപണം. ശനിയാഴ്ച ഉച്ചയോടെയാണ് റോഡിൽ വലിയ ഗർത്തം കാണപ്പെട്ടത്. തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചപ്പോൾ റോഡിന് കുറുകെയുള്ള പൈപ്പ് ഒരു വശത്തേക്ക് തിരിച്ചു വെച്ചത് മൂലം തോട്ടിലെ വെള്ളം കൽക്കെട്ടിലേക്ക് കയറിയതാണ് റോഡ് ഇടിഞ്ഞു താഴുവാൻ പ്രധാന കാരണം. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴിമൂടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 7-ാം വാർഡിലാണ്. 7-ാം വാർഡിലും ഇതുപോലെ തന്നെ ഇപ്പോൾ റോഡിൻ്റെ ആ സെൻറ്റർ ഭാഗം താന്നു പോവുകയും വലിയ ഗർത്തം അവിടെ രൂപം കൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അത് നന്നാക്കി റോഡിപ്പോൾ ഗതാഗത യോഗ്യമാക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് വെള്ളം വന്ന് കെട്ടി നിന്ന് വേറൊരു സൈഡിൽ കൂടി ആ വെള്ളം കെട്ടിനകത്തൂടെ പുറത്തോട്ട് പോയപ്പോൾ റോഡ് അടിവശം കൊണ്ട് ആ റോഡ് മുറിച്ചുകൊണ്ടാണ് വെള്ളം കടന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് റോഡങ്ങ് മുറിയുകയും നമുക്ക് ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. കാലവർഷം നേരിടാൻ കട്ടപ്പന നഗരസഭയിൽ പ്രത്യേക ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. വാർഡ് കൗൺസിലറും പ്രദേശവാസികളടക്കമുള്ള നിരവധി പേർ ചേർന്നാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. സിറ്റി വിഷൻ കട്ടപ്പന. ലൈഫ് ഭവന പദ്ധതിയുടെ പണം കിട്ടാതായതോടെ വീട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ചെമ്മണ്ണാർ സ്വദേശിയായ ഇഞ്ചനാൽ ഗോപാലകൃഷ്ണൻ. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി തുകയ്ക്കായി ഇനി കയറിയിറങ്ങാൻ ഒരു ഓഫീസുകളും ബാക്കിയില്ല. ചോരാത്തൊരു കൂരയിൽ അന്തിയുറങ്ങണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോൾ 67-കാരനായ ചെമ്മണ്ണാർ സ്വദേശി ഇഞ്ചനാൽ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നത്. വീട് പണി ആരംഭിച്ച് 2ാം ഗഡുവായി 2 ലക്ഷം രൂപയും ലഭിച്ചു. കടം വാങ്ങിയും മറ്റുമായി വീടിന്റെ നിർമ്മാണം 3/4 ഭാഗവും പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് ലഭിക്കേണ്ട തുകയ്ക്കായുള്ള കാത്തിരിപ്പ് ഇന്നും നീളുകയാണ്. പഞ്ചായത്തിലും മറ്റു ഓഫീസുകളിലും കയറി ഇറങ്ങി മടുത്തു. ചെല്ലുമ്പോഴെല്ലാം ഉദ്യോഗസ്ഥരുടെ മറുപടിയാകട്ടെ ഫണ്ടില്ലെന്നതാണ്. നിലവിൽ മഴ ശക്തമായതോടെ മേൽക്കൂര തീർക്കാത്ത വീട് പൂർണ്ണമായും നനഞ്ഞൊഴുകുന്നു. തടിയിൽ തീർത്ത കട്ടളയും ജനലുമെല്ലാം മഴ നനഞ്ഞ നശിക്കുകയാണ്. പിന്നെ കാശില്ല,
എന്നാ ചെയ്യുന്നത്? ഞാൻ ഒരു ഷെട്ടും വെച്ചു, കുഞ്ഞു ഷെട്ടാണ് വെച്ചത്. ഇപ്പം തന്നെ തരാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയ ഷെഡ് വെച്ചു. ഇപ്പം അതിനകത്ത് കിടക്കാൻ പറ്റും ഈ കാറ്റും മഴ കാരണം. ഞാനിത് ഇത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2 ലക്ഷം രൂപ. ഇപ്പം 3 ലക്ഷം രൂപ മിച്ചമായതാണ്. ഇനി കാശുമില്ല. നമ്മളെവിടെ നിന്ന് ഇത് ഉണ്ടാക്കും? ഇവർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ MLA വിളിച്ച് ചോദിച്ചു. പണ്ടായിട്ടില്ല, പണ്ടാകുമ്പം തരുമെന്ന് പറഞ്ഞു. VOയെ വിളിക്കും, എന്നും വിളിക്കും. എൻ്റെ പണി ഇതാ, നടക്കും, പോയി കാണും. ശ്വാസതടസ്സമുള്ളതിനാൽ ഗോപാലകൃഷ്ണന് മറ്റു ജോലികൾക്ക് പോകുവാൻ മാർഗമില്ല. മകൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കിട്ടുന്നത് മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള വരുമാനം. വീട് നിർമ്മാണത്തിനായി ഉണ്ടായിരുന്ന വീട് പൊളിച്ചതോടെ ശക്തമായ കാറ്റിലും മഴയിലും ഏതു നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലുള്ള ഈ പ്ലാസ്റ്റിക് ഷെഡിലാണ് അന്തിയുറക്കം. 4 കാല് നാട്ടി റോഡരികിൽ വയ്ക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് പോലും 20-30 ലക്ഷം ചിലവഴിക്കുമ്പോൾ സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ അനുവദിക്കുന്നത് 4 ലക്ഷം മാത്രം. അതിൽ പ്രതീക്ഷയർപ്പിച്ച് വീടെന്ന സ്വപ്നവുമായി മുന്നോട്ടു പോകുന്നവർക്ക് ആ തുക പോലും നൽകുവാൻ സർക്കാരിനാകുന്നില്ല എന്നതിന്റെ ഒരു നേർക്കാഴ്ച മാത്രമാണ് ഈ 67കാരന്റെ ജീവിതം. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ. രാജാക്കാട് ടൗണിൽ അതിഥി തൊഴിലാളികളുടെ ലഹരി വ്യാപാരം കയ്യോടെ പിടികൂടി പഞ്ചായത്ത് മെമ്പർ. രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിലാണ് പരസ്യമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം വിൽപ്പന നടത്തിയത് കയ്യോടെ പിടികൂടി പോലീസിനെ വിളിച്ചു വരുത്തി അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചത്. രാജാക്കാട് ടൗണിലും സമീപ പ്രദേശത്തും അതിഥി തൊഴിലാളികൾ വ്യാപകമായി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുകയും ഇവ ഉപയോഗിച്ചതിന് ശേഷം ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും തുറക്കഥയായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടലുണ്ടായത്. രാജാക്കാട് ടൗണിൽ അതിഥി തൊഴിലാളികൾ വന്നുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നിരോധന പുകയുൽപ്പന്നങ്ങൾ വിൽക്കുകയും മയക്കുമരുന്നുകൾ വിൽക്കുകയും ഈ മയക്കുമരുന്നുകൾ വിൽക്കുന്നതിൻ്റെ പേരിൽ അവർ തമ്മിൽ ടൗണിൽ കിടന്ന് അടിയുണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇന്ന് രാജാക്കാട് ടൗണിലെ അതിഥി തൊഴിലാളികൾ വന്ന് ഈ നിരോധന ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും അവർ തമ്മിലുള്ള വാക്കുതർക്കത്തെ കുറഞ്ഞ് ഞങ്ങൾ കുറേ ആളുകൾ ചേർന്ന് അവരെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ അവർ സഞ്ചി നിറയെ നിരോധന പുകയുൽപ്പന്നങ്ങളും മയക്കുമരുന്നുകളും കണ്ടെത്തുകയും പോലീസിനെ വിളിച്ചു വരുത്തി അവരെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിലേതുപോലെ തമിഴ്നാട്ടിലും കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായി വളരേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് തമിഴ്നാട് തേനി ജില്ലാ പ്രസിഡന്റ് BA ഗോപിനാഥ്. കേരളത്തിലെ പ്രഗത്ഭവും ഉറച്ചതുമായ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേവികുളം ഉടുമ്പൻചോല MLA-മാർക്ക് രാജകുമാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഖജനാപ്പാറയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജകുമാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഖജനാപ്പാറയിലാണ് ദേവികുളം MLA F. രാജ, ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവർക്ക് സ്വീകരണം ഒരുക്കിയത്. തമിഴ്ത്തോട്ടം തൊഴിലാളികൾ ഏറെയുള്ള മേഖലയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നിരവധി പ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തമിഴ്നാട് തേനി ജില്ലാ കോൺഗ്രസ് നേതാവ് BA ഗോപിനാഥ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സംഘടനാശേഷിയെയും പോരാട്ട വീര്യത്തെയും പ്രകീർത്തിച്ചു. காங்கிரஸ் எந்த அளவுக்கு இருக்குன்னு நல்லாவே பார்த்துருக்கோம். இந்த மாதிரி தான் தமிழர்கள் வரணும். அதுக்கப்புறம் என்ன போன்ற DCC பிரசிடென்ட் தலைவர் ராகுல் காந்தி அவர்கள் அறிவிச்சிருக்காங்க. இங்கே கேரளாவோட அரசியல் வந்து ரொம்பவும் பழமையானது, ரொம்ப உறுதி வாய்ந்தது. இங்கே கற்றுக்கிறதுக்கு நிறைய அரசியல் இருக்கு. இங்கே ஒரு மாதம் நான் தங்கி இருந்து போனா எங்களோட நல்ல அரசியல் பண்ணிடுவேன். இங்கே இருக்கிற ஒரு அரசியல் சபைகளாக இருக்கட்டும், அதை கொண்டு போகிற விதமாக இருக்கட்டும். സ്വീകരണത്തിന് ശേഷം 2 MLA-മാരും നന്ദി രേഖപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ തേനി DCC അംഗങ്ങളായ R. സന്യാസി, മുസ്താഖ് മന്ത്രി, ഷംസുദ്ദീൻ, മുഹമ്മദ് റസൂൽ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കൊച്ചുകരോട്ട, രവി ചന്ദ്രൻ, പിയൂസ് കറിയ, ജിഷ ജോർജ, E. പിച്ച, രാമസ്വാമി, TS രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ആസൂത്രണ സമിതി ചെയർമാൻ R. ബാലൻപിള്ള, CDS ചെയർപേഴ്സൺ ബിജി സന്തോഷിന് നോട്ടീസ് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും മർച്ചന്റ് അസോസിയേഷന്റെയും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ആസൂത്രണ സമിതി ചെയർമാൻ R. ബാലൻപിള്ള, CDS ചെയർപേഴ്സൺ ബിജി സന്തോഷിന് നോട്ടീസ് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. രാജാക്കാട് രാഗമാലിക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ VS ബിജു സ്വാഗതം ആശംസിച്ചു. കോർഡിനേറ്റർ ബെന്നി പാലക്കാട് പ്രോഗ്രാം അവലോകനം നടത്തി. കമ്മിറ്റി കൺവീനർമാരായ TK സുജിത, മിനി ബേബി, സന്ധ്യ ബൈജു,
ജോഷി കന്യാക്കുഴി, ബാബു കൊച്ചുപുരയ്ക്കൽ, ബ്ലോക്ക് മെമ്പർ വിപിൻ സി അഗസ്റ്റ്യൻ, സജി കോട്ടയ്ക്കൽ, VC ജോൺസൺ, KM ജോർലി, സാജു പഴപ്ലാക്കൽ, ബിന്ദു ജീവൻകുമാർ, ശ്രീജ സനിൽ, ഗീതാ പ്രസാദ, MB ജോസ, KS ശിവൻ, സതീശൻ മഞ്ഞാങ്കൽ, MR രാജൻ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ചെറിയൊരു ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ. അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മലേറിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരുമായി നിലവിലുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ട സഹായങ്ങൾ നൽകുമെന്നും യോഗത്തിൽ MLA വ്യക്തമാക്കി. കാഞ്ചാർ പഞ്ചായത്തിലെ മലേറിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശം നൽകിയ റോയ് കെ പൗലോസ് MLA കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി MLA ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരുമായി നിലവിലുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നുവരുന്നതായി ജനപ്രതിനിധികളും ജീവനക്കാരും വ്യക്തമാക്കി. രോഗം റിപ്പോർട്ട് ചെയ്ത ദിവസം മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു. തൊഴിലുടമകളുടെ യോഗം ഓരോ മേഖലയിലും വിളിച്ചു ചേർക്കുകയും
നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പരിശോധനാ ക്യാമ്പുകൾ നടത്തിവരികയാണ്. രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ നാടുവിടുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി അഭിപ്രായമുയർന്നു. അടിയന്തരമായി ഒരു ലാബ് ടെക്നീഷ്യനെ കൂടി നിയമിക്കും. പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ജീവനക്കാരുടെ സേവനം ആവശ്യമെങ്കിൽ ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഉണ്ടായ ആ മലേറിയയുടെ തുടക്കം മുതൽ, ആരംഭം മുതൽ ജൂലൈ മാസം 5-ാം തീയതി 6-ാം തീയതിക്കാണ് ഇതിൻ്റെ തുടക്കം ഇവിടെ ബോധ്യപ്പെട്ടത്. ആ ദിവസം മുതൽ ഒരു ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളും എന്തൊക്കെ പ്രവർത്തനങ്ങളുമാണ് ഉണ്ടാകേണ്ടത് അതെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഈ അവലോകന യോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ രോഗം കണ്ടെത്തിയ ആ പ്രദേശത്ത് അവിടെ പോയി കൃത്യമായിട്ട് പരിശോധനകൾ സമയത്ത് നടത്തിയിട്ടുണ്ട്, ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ബോധവൽക്കരണം മാത്രമല്ല, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തിയിട്ടുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോമോൻ തെക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് മാക്കുഴി, ജെയ്മോൻ ആറക്കംപറമ്പിൽ, ഷിൽബി അഗസ്റ്റിൻ, ജാൻസി റെജി, സന്ധ്യ ജയൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൽ ജോ, അനീഷ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക വഴിത്തിരിവായി മാറിയ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84ാമത് വാർഷികാചരണമാണ് നടന്നത്. ഏറ്റവും ജ്വലിക്കുന്ന ദിനമായ ചരിത്ര ദിനമായ ഓഗസ്റ്റ് 9-ാം തീയതി രാജ്യമാസകലം ആ ചരിത്ര സ്മരണയെ പുതുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഈ അനുസ്മരണ ചടങ്ങുകൾ നടക്കുന്നത്. 1942 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഇന്ത്യയിൽ കോൺഗ്രസ് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഒരു കോൺഗ്രസ് നേതാക്കന്മാരും അന്ന് ഇല്ല, എല്ലാവരും ജയിലിലാണ്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാജ്യമാസകലം വലിയ പീഡനമുറകളാണ് ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടി നിരോധിക്കപ്പെട്ടു. കോൺഗ്രസ് ആസ്ഥാനം സീൽ ചെയ്തു. അങ്ങനെ കോൺഗ്രസിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമായി പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് ഓഫീസുകൾ കണ്ടുകെട്ടുകയും അങ്ങനെ കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ സാമ്രാജ്യത്തിൻ്റെ ശക്തികൾ ശ്രമിക്കുകയും ചെയ്ത ഐതിഹാസിക ദുരന്ത ദിനമാണ്. പക്ഷേ ഇന്ത്യ ദിനത്തിൽ അതൊരു ഐതിഹാസിക ദിനമാണ്. പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. രാജ്യമെമ്പാടുമുള്ള ദേശാഭിമാനികൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിൽ പ്രവർത്തിക്കുന്നവർ, അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരുമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, തൊഴിലാളികളുണ്ട്. കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം നടത്തി. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് KJ കുട്ടിയച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജേന്ദ്രൻ മാരിയിൽ, PM വർക്കി, അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, VS ഷാൽ, ശശികുമാർ, സർജൻ ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 9 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും, അല്ലേ? അങ്ങനെ അറിയാൻ അത് അടിമേടിച്ചിട്ടുണ്ടല്ലേ? കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ 1930 നമുക്കറിയാം ദണ്ഡി യാത്ര നടത്തി. അവിടെ പോയി ഉപ്പുണ്ടാക്കുന്ന സമരം നടത്തി. ശ്രീ K. കേളപ്പൻ നമ്മുടെ കണ്ണൂരിലല്ലേ അവിടെ പോയി സമരം നടത്തുകയുണ്ടായി. ദണ്ഡി യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ വിദേശീയയുടെ സാധനങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്ന രീതിയിൽ സമരങ്ങൾ നടന്നു. അതിനുശേഷം നമ്മൾ വിദേശ നിയമങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി. അവസാനം 1942 ആയപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു ക്വിറ്റ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഇന്ത്യയുടെ ബ്രിട്ടീഷുകാർ അധിനിവേശത്തിൽ നിന്ന് നമുക്ക് മോചനം നേടണമെന്നുള്ള ആ രീതിയിൽ നമ്മുടെ സമരം വളരെ തീവ്രമായി. തുടർന്നുള്ള 5 വർഷക്കാലത്തെ തീവ്രമായ സമരത്തിന്റെ ഭാഗമായിട്ട് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി. ഹൈറേഞ്ചിന്റെ വസ്ത്ര വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന രാജാക്കാട് ലിയോ സിൽക്സ് 2 നിലകളിലായി നവീകരിച്ച ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രനും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജുവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മാറുന്ന കാലത്തെ ട്രെൻഡിനനുസരിച്ച് മലയോരത്തിന്റെ മനസ്സിനിണങ്ങുന്ന നവീന ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി രാജാക്കാട് പൂപ്പാറ റോഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ലിയോ സിൽക്സ് 2 നിലകളിലായി നവീകരിച്ച ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം അനുയോജ്യമായ വർണ്ണവസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്.
ഒരു ഓണക്കാലത്തെ കൂടി വരവേൽക്കുമ്പോൾ ഇത്തവണ ഓണം കളറാക്കാൻ കൂടിയാണ് ലിയോ സിൽക്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രനും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജുവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു. കട്ടപ്പനയിൽ നിന്ന് നടന്നെടുത്ത രാജാക്കാടിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുന്ന ലിയോ സിൽക്സിന്റെ പുതിയ ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മുടെ മോടി പിടിപ്പിക്കുന്നതിനും മനസ്സിനെ സന്തോഷമാക്കുന്നത് നമ്മുടെ ഒരു ഡ്രസ് ധരിക്കുമ്പോഴാണ്. എത്ര ക്രൂരനാണെങ്കിൽ പോലും, ക്രൂര മനസ്സിനൊക്കെ ഉടമയാണെങ്കിൽ പോലും ഒരു നല്ല ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചാരിതാർത്ഥ്യം മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖമാണ്, ആ ഒരു ലാളിത്യമാണ് ഇന്ന് നമുക്ക് രാജാക്കാട് 6 വർഷക്കാലമായി. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ ആദ്യ വിൽപ്പന നടത്തി. മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ VC ജോൺസൺ, പഞ്ചായത്ത് അംഗം ജോഷി കന്യാക്കുഴി, ബെന്നി പാലക്കാട്, സാബു വാവലക്കാട്ട്, PB മുരളീധരൻ നായർ, ബിബിൻ C അഗസ്റ്റിൻ, മൻസൂർ ബാഖവി, ബെന്നി ജോസഫ് തുടങ്ങിയവരും പൊതുപ്രവർത്തകരും നാട്ടുകാരും മത സാമുദായിക നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. രാജകുമാരിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് രാജകുമാരി നോർത്തും മിസ്റ്റി കെയർ രാജകുമാരിയും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിഷ ജോർജ് ഉദ്ഘാടനം ചെയ്തു. രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കി വരുന്ന വിവിധ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിഷ ജോർജ് നിർവഹിച്ചു. ഇതെല്ലാം ഒരു പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്യാസന്ന നിലയിൽ കിടക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്ന ഒന്നാണ്. ആ ഒരു കാര്യത്തിലും ലയൺസ് ക്ലബ്ബ് ഏറെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം നിറഞ്ഞിരിക്കുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ നിരവധി ആളുകൾ പരിശോധന നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ രോഗികൾക്കും സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ കണ്ണടയും മിതമായ നിരക്കിൽ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യവും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇതിൽ പരിശോധിക്കുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നാൽ 50% കിഴിവോടെ ശസ്ത്രക്രിയ മിസ്റ്റി ഐ കെയർ രാജകുമാരി ഹോസ്പിറ്റൽ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് എൽദോസ് എബ്രഹാം, സെക്രട്ടറി VR സുനിൽ, ട്രഷറർ PG രാജേഷ് തുടങ്ങിയവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസകരമായ രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സിറ്റി വിഷൻ രാജകുമാരി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ, വെള്ളി ഗ്രാമിന് 249 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവ്വതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ജില്ലയിലെ അധ്യാപകരെയും മന്ത്രി അനുമോദിച്ചു. ദുരിതബാധിതരായ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. രാജകുമാരി കഥനാപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വാഹനത്തിന് നിസ്സാര കേടുപാടുകൾ. വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു.
ലൈഫ് ഭവന പദ്ധതിയുടെ പണം കിട്ടാതായതോടെ വീട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ദുരിതത്തിലായിരിക്കുകയാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ചെമ്മണ്ണാർ സ്വദേശിയായ ഇഞ്ചനാർ ഗോപാലകൃഷ്ണൻ. പണി മുടങ്ങിയത് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക ലഭിക്കാത്തതിനാൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.